ദേവി കന്യാകുമാരിയുടെ കഥ ഈ സഹൃദയ സദസ്സിന് മുന്നിൽ സവിനയം അവതരിപ്പിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സുന്ദരേശൻ സാറിന് പാർട്ടിയാണ്. രചന അവതരണം ശ്രീ സുന്ദരേശൻ നായർ. കീബോർഡ് രമേശ്. ഗാനം രചന. Sri Mada
കഥ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാരണം ഈ കഥ കേട്ട് നിങ്ങൾ ആരും സങ്കടപ്പെട്ട് കണ്ടിട്ട് നിങ്ങൾ ആരെയും ശരീരത്തിൽ അവക്ഷേത്രത്തിലുള്ള പേരിക്ക് ലോകത്തിൽ ആരും സങ്കടപ്പെടുന്നവർക്ക് ഇഷ്ടമില്ല. ലോകത്തിന്റെ മുഴുവൻ സങ്കടങ്ങൾ സ്വയം ആവാഹിച്ചെടുത്ത് സൗമ്യയായി, ശാന്തയായി, സസ്മിതയായി അവിടെ കാത്തുനിൽക്കുകയാണ് ആ അമ്മത്തെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും സങ്കടപ്പെടുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കഥ എന്താണ്? ഉമ്മാരിയെയും സുന്ദരിയായ ഉമ്മാരിയെയും ബാല്യം കഴിഞ്ഞ് യൗവനം കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൗന്ദര്യം ആ സ്ത്രീ ശരീരത്തിൽ തടവിട്ട് നിൽക്കുകയാണ്. ദേവിയെക്കുറിച്ച് പറയുമ്പോൾ സൗന്ദര്യം പറഞ്ഞാൽ പോരാ, പ്രകൃതിയിലെ മനോഹരമായ പുഷ്പങ്ങളുടെ സുന്ദരമെല്ലാം ആഹ്വാനിച്ചുകൊണ്ട് ഒരു സ്ത്രീ രൂപത്തിൽ പ്രവർത്തിക്കാൻ അങ്ങനെ പ്രകൃതിയിലെ സുന്ദര സുന്ദരങ്ങളെ സൗന്ദര്യം സമ്മാനിക്കുന്നതിന് സ്ത്രീ ശരീരം അത് ആ കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ പ്രായത്തിലാണ് ആൺകുട്ടികളെ ഒരു സിനിമ പാടുകാരൻ 16 വയസ്സ് കഴിഞ്ഞാൽ ഉലകങ്ങളിൽ നിർത്തു തുടങ്ങുന്ന പതിവായി പെൺകുട്ടികളാണ് ഒരു മധുര സ്വപ്നങ്ങളാണ്. ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയെ പോലെ ഒരു സ്വപ്നങ്ങൾ അവനെ അവൾ മനസ്സിൽ അങ്ങനെ ഏത് വിധത്തിലും അയാളുമായിട്ടുള്ള കൂടിച്ചേർന്നുള്ള ആഗ്രഹം ആ ഒരു മനസ്സുകളുടെ ദേവിയും അങ്ങനെ തന്നെ. പക്ഷേ ദേവി പ്രേമിച്ചത് ഒരു സാധാരണ മനുഷ്യനെ. ഒരു സാധാരണ മനുഷ്യനെ പ്രേമിച്ചാൽ അയാളെ നഷ്ടപ്പെടുത്താൻ ധാരാളം മാർഗങ്ങളുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുണ്ട്. ഏതെങ്കിലും ദിവസത്തിലെ സോഷ്യൽ മീഡിയയിൽ അയാളെ അതായത് ഒന്നുമില്ലാത്ത കാലത്ത് താമരയിൽ പ്രേമലേഖനങ്ങളിൽ ഹംസത്തിന്റെ കയ്യിൽ കൊടുത്ത മുഴുവനായി കഥ നമുക്ക് കേട്ടിട്ടുണ്ട്. അതേപോലെ പുസ്തക തളങ്ങളിൽ പ്രേമലേഖനങ്ങൾ
കവിയിൽ പരമേശ്വരൻ. അദ്ദേഹം ഈ കാമവും പ്രേമവും ഉള്ള വിചാരങ്ങളൊക്കെ കാമദേവൻ പോലും തന്റെ മൂന്നാമത്തെ കണ്ണു തുറന്ന് ജ്വലിപ്പിച്ച് രക്ഷിപ്പിച്ച കഥ പരമേശ്വരൻ. അപ്പോൾ ഈ പ്രേമലേഖനങ്ങൾ കൊണ്ടോ സോഷ്യൽ മീഡിയ കൊണ്ടോ പുസ്തകങ്ങളിലും കൂടി കൈമാറുന്ന പ്രേമലേഖനങ്ങൾ കൊണ്ടോ ഒന്നും അദ്ദേഹത്തെ പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വഴകിയ തരുവലിൽ മാറ്റിയാൽ പുഴയോടും വഴി വേറെയാക്കിയിടാൻ കഴിയുക ഒരാളില്ല. വള്ളിയും മരങ്ങളും വളരെ വളർന്ന് വലുതായി കഴിയുമ്പോൾ അതിനെ നമുക്ക് വെട്ടിമാറ്റാൻ അണക്കെട്ടുകൾ നമുക്ക് പുഴയോട് നിന്ന വഴി വേറെയാക്കി മാറ്റാൻ കഴിയും. പക്ഷേ ഒരു പെൺകുട്ടിയുടെ മനസ്സ് ഒരു പുരുഷന് കൂടിപ്പോയാൽ അത് മാറ്റാൻ കഴിയും. ആ പ്രേമ സാഫല്യത്തെ കഴിഞ്ഞ് അവൾ എന്ത് ത്യാഗം കഴിക്കാൻ. അങ്ങനെ കാമദേവനും പരമസുന്ദരൻ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒന്നായി അനുഷ്ഠിച്ചത് തപസ്സാണ്. കഠിനമായ തപസ്. ജഡാധാരിയായി വെയിലും മഞ്ഞും മാരിയും ഭരിച്ച് നെയ്മണ്ണും മുക്കളൽ പൊറ്റി തീരവാസമായി മരുന്നിട്ട് ജഡധരിച്ച് വെയിലും മഞ്ഞും മഴയും ചകച്ച് ഇലകളും വെള്ളവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരനെ കഠിനമായി ആ ചുട്ടുകൾ ആ കണ്ണുകളിൽ നിന്ന് വന്നത് ഒരേ മക്കളും ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അങ്ങനെ പരമേശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഉമ്മാരിദേവി കഠിനമായി തപസ് ചെയ്യുക. അങ്ങനെ കാലം കുറേ കഴിഞ്ഞുപോയി. ഒരു ഫലവും കാണുന്നില്ല. കാലം കുറെ കഴിഞ്ഞുപോയി. വേനലും മറ്റും മഴയുമായി കാലപ്പതുക്കെ കടന്നുപോയി. വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. നാലു പൂക്കളും പോയി ആയിരം പൂക്കൾ പൂക്കളായി. എത്ര കാലം കഴിഞ്ഞില്ല. മൃഗങ്ങളും പക്ഷികളും ഋതുക്കളും പക്ഷികളും മൃഗങ്ങളും മാറി മാറി കടന്നുപോയി. എന്നിട്ടും ദൈവം എത്തിയില്ല. അങ്ങനെയൊക്കെ ഒരു ദിവസം ഉമ്മയുടെ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായി. അദ്ദേഹം പറഞ്ഞു, സന്തുഷ്ടനായി ഞാനും മനേറിൻ നിർമ്മലേ, നിന്റെ കഠിനമായ തപസ്സിൽ ഞാൻ സ്വതന്ത്രനായിരിക്കും. സന്തുഷ്ടനായി ഞാനും മനേറിൻ എങ്കിലും നിന്നെ ഭരിച്ചുകൊള്ളുവാൻ ഇത് കേട്ടപ്പോൾ
വരുന്നതും സകലവും പെട്ടെന്ന് അത് സംഭവിക്കും. കോഴി കൂടിയിരിക്കുന്നു. അർദ്ധരാത്രിക്കാണ് നോക്കും. ഇതാ നേരം പുലർന്നിരിക്കുന്നു. കോഴി കൂടിയിരിക്കുന്നു. വിവാഹം പോകാൻ കഴിഞ്ഞുപോയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ദേവൻ അത്ഭുതപ്പെട്ടു, സംസാരിച്ചു. എന്തുപറ്റി? പ്രിയപ്പെട്ടവരെ, അതിന്റെ പിന്നിൽ ഒരു കൂടാരമൊക്കെ കണ്ടെത്തിയില്ല. ഓടലില്ലാതെ നിർഭരേന്ദ്രനും ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കാൻ വേണ്ടി എന്ത് ശൂന്യമായ പ്രവർത്തനം സ്വീകരിക്കുന്ന ആളുകളായി നമ്മൾ ഇന്നും കൂടിയിരിക്കുകയാണ്. ഇവിടെ അതൊരു സാധാരണ മനുഷ്യനല്ല, ദേവാദേവനല്ല, ദേവകളുടെ ദേവനല്ല. ദേവൻ എന്നാണ് ഒരു കോഴിയുടെ രൂപം ധരിച്ചുകൊണ്ട് അസമയത്ത് അർദ്ധരാത്രി. പക്ഷേ പരമശിവനെ ഒന്നും അറിഞ്ഞില്ല. നേരം പുലർന്നു. നേരം പുലർന്നു നേരത്തെ കന്യാകുമാരിയുടെ കടലിലേക്ക് ഭാരതത്തിന്റെ തെക്കേ കുളങ്ങളിലേക്ക് ഇനി ഏതായാലും മകകളിൽ ശുചീകരണത്തിന് മുകളിലെത്തി. അപ്പോഴാണ് അസമയത്തുള്ള കോഴിക്കുട്ടി നേരം പുലർന്നിരിക്കുന്നു. വിവാഹ ദിവസം കഴിഞ്ഞപ്പോഴിരിക്കുന്നു. ഇനി അവർ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സ്വഭാവത്തോടുകൂടി പരമേശ്വരൻ അവിടെ ശുചീകരണത്തിൽ ഈ കുട്ടികളെ ഒപ്പിച്ച ദേവേന്ദ്രൻ അദ്ദേഹം കാണിച്ചതായിട്ട് അത് ഏതായാലും അവിടെ ശുചീകരണം ദേവേന്ദ്രന്റെ പാദം മറ്റൊന്നായി മരിക്കുകയും ശ്രീ പരമേശ്വരനും വിവാഹിതരായി ദാമ്പത്യത്തിന്റെ സുഖം ആസ്വദിച്ചുകൊണ്ട് ലോകത്തെ ഭക്തജനങ്ങളാണ് അമേരിക്കയിലേക്കാകട്ടെ പരമശിവനാകട്ടെ ലോകത്ത് ധാരാളം ഭക്തജനങ്ങളാണ്. അവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. അവർ
പക്ഷേ കുറച്ച് മനോബലത്തോടുകൂടി എല്ലാ ദുഃഖങ്ങളും മറന്നുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖങ്ങളെ സ്വയമേറ്റെടുത്തുകൊണ്ട് ഭൂമികളിൽ പ്രസന്നനായി ജയിക്കും അവിടെ എവിടെ ഉമ്മ വയ്ക്കുന്നവരാ തന്റെ കാമുകന്റെ കണ്ണുകൾ കാത്തു നിൽക്കുന്ന ആ ദേവിയുടെ ഉത്പാദനങ്ങളിൽ എല്ലാവരെയും ഞാൻ ഈ കഥ ഇവിടെ ഇവിടെ എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്നത് ശ്രീ രമേശ് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ല ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് ഇവിടെ നമ്മുടെ വീട്ടിലെ മുകളിലൊക്കെ താമസമുണ്ടായിരുന്നു മണിമക്കളുടെ മാഷാണ് ഇപ്പോൾ അദ്ദേഹം